പേർഷ്യയുടെ പൂർവീകരണം നിലവാരത്തിലേക്ക് ഇറാൻ. വാർത്തയിലെ സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കാലത്ത് വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും മെച്ചപ്പെട്ട തലങ്ങളിലേക്ക് വളർന്നുകൊണ്ടിരുന്ന പേർഷ്യ എന്നറിയപ്പെട്ടിരുന്ന ഇറാനിയൻ സാമ്രാജ്യത്തിന്റെ സമഗ്ര പുരോഗതികളെയും തകർത്ത് തരിപ്പണമാക്കി മത തീവ്രവാദത്തിന്റെ ഭീകരതകളിലേക്കും അടിച്ചമർത്തിലേക്കും ശരീഅത്ത് പോലീസിന്റെ കിരാത വാഴ്ചകളിലേക്കും തള്ളിവിട്ടുകൊണ്ട് പശ്ചിമേഷ്യൻ മതഭീകരതയുടെ ഹബ്ബാക്കി ഇറാനെ മാറ്റിയത് ആയത്തുള്ളമാരുടെ കെട്ട ഭരണമായിരുന്നു. കാലാകാലങ്ങളിൽ ഇറാനികളുടെ കണ്ണിൽ പൊടിയിടുന്ന തരത്തിൽ പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കാറുണ്ടെങ്കിലും അവരെ അരിയിട്ട് വാഴിക്കുന്ന ചടങ്ങുകളിൽ അകമ്പടി സേവിച്ചിരുന്നത് ആഗോള ഇസ്ലാമിക ഭീകര നേതാക്കന്മാരുടെയും തീവ്രവാദികളുടെയും സാന്നിധ്യവും ആശീർവാദവുമായിരുന്നു. തീവ്ര മത നേതാക്കന്മാരായ ആയത്തുള്ളമാരുടെ ഇച്ഛ ഇഷ്ട ആജ്ഞാഭിലാഷങ്ങൾ കൊത്തവണ്ണം നിൽക്കേണ്ട പരിചാരകരായിരുന്നു ഇറാനിലെ പ്രസിഡന്റുമാരായിരുന്നവരിൽ അധികവും. പല്ലവിയുടെ പരിഷ്കാരോന്മുഖമായ ഭരണത്തെ അട്ടിമറിക്കുവാൻ ആയത്തുള്ളമാർ എടുത്തിട്ട തുറുപ്പിച്ചീട്ട് ഇസ്ലാമിക മതമൗലികതയായിരുന്നു. അത് കണ്ട് നേരിയ തോതിലെങ്കിലും തെറ്റിദ്ധരിച്ച ഇറാനികൾ പഹലവികളെ തല്ലി ആയത്തുള്ളകളെ വരിച്ചതോടെ അവരുടെ കഷ്ടകാലവും നാശവും അവിടെ തുടങ്ങുകയായിരുന്നു. ലോകത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇറാനിൽ പ്രസിഡന്റുമാരായിരുന്നവരെ വെറും റബ്ബർ സ്റ്റാമ്പുകളാക്കി ഇരുത്തിക്കൊണ്ട് മതലക്ഷ്യങ്ങളും ജൂതവിരോധവുമായി മുന്നേറിയ ആയത്തുള്ളമാർക്കെതിരെ മുൻപും ജനകീയ പ്രക്ഷോഭങ്ങൾ ശക്തമായി തന്നെ ഉയർന്നിട്ടുണ്ട്. അതെല്ലാം അതിശക്തമായി അടിച്ചമർത്തുകയായിരുന്നു ആ ജനവിരുദ്ധ ഭരണകൂടം. അക്കാര്യത്തിൽ തെല്ലും മനുഷ്യത്വമോ ദാക്ഷിണ്യമോ കാണിക്കാതിരുന്ന ആയത്തുള്ളമാരുടെ ആദർശങ്ങളോട് അങ്ങേയറ്റം മിഴുകിച്ചേർന്ന് നിന്നുകൊണ്ട് ജനങ്ങളെ ക്രൂരമായി ഉപദ്രവിച്ച പ്രസിഡന്റായിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇബ്രാഹിം റൈസി. ഇപ്പോഴത്തെ ആയത്തുള്ളയായ ഖമേനിക്കൊപ്പം നിന്നുകൊണ്ട് ഇറാനിലെ പ്രതികരണ ശേഷിയുള്ള ജനതകളെ കൊന്നു തള്ളിയ റൈസിയെ ലോകം വിശേഷിപ്പിച്ചത് ടെഹ്റാനിലെ കശാപ്പുകാരെന്നായിരുന്നു എന്നുകൂടെ അറിയുമ്പോൾ വ്യക്തമാകും ഇവർ ഇറാനിൽ ചെയ്തുകൊണ്ടിരുന്ന നിഷ്ഠൂരതകൾ എത്രത്തോളം ഭീകരമായിരുന്നുവെന്ന്. ആയിരക്കണക്കിന് ജനങ്ങൾ ആ മതഭരണകൂടം എടുത്തു വീശിയ കലാപപാശം ഏറ്റുവീണപ്പോൾ മറ്റുള്ളവർ പ്രാണരക്ഷാർത്ഥം മറ്റ് അയൽ രാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പോയി. ക്രൂരന്മാരായ മുല്ലാക്കന്മാരുടെ കിരാത ഭരണകൂടം കടപുഴകി വീഴുന്നതും കാത്ത് കാലം കഴിക്കുകയായിരുന്നു. അസർബൈജാനിൽ പാലം ഉദ്ഘാടനം ചെയ്യുവാൻ പോയിട്ട് തിരിച്ചു പറക്കുന്നതിനിടെ ഹെലികോപ്റ്റർ തകർന്ന ടെഹ്റാനിലെ കശാപ്പുകാരൻ ചിഹ്ന ഭിന്നമായപ്പോൾ മനസാക്ഷി കുത്തില്ലാതെ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചവരെല്ലാം ഇത്തരത്തിൽ ഇറാന്റെ മോചനം കാത്ത് കാലം കഴിക്കുന്നവരായിരുന്നു. 2022 മഗസ മീന എന്ന കുർദിഷ് വംശജയായ കൗമാരക്കാരിയുടെ തലയിലെ തട്ടം അല്പസ്ഥാനം മാറിക്കിടന്നു എന്ന് പറഞ്ഞ് ആ പാവം പെൺകുട്ടിയെ ഖമേനിയുടെ മത പോലീസ് ചവിട്ടിക്കൊന്നപ്പോൾ ഉടലെടുത്ത അഭൂതപൂർവമായ പ്രക്ഷോഭത്തിൽ ഇറാന്റെ അസ്ഥിവാരം ഇളകുമെന്ന് കരുതിയെങ്കിലും ഭ്രാന്ത് പിടിച്ച് മത പോലീസിനെ തുടലൂരി വിട്ട് നൂറുകണക്കിന് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ കൊന്നു തള്ളിക്കൊണ്ട് ഖമേനി ആ പ്രക്ഷോഭത്തെ അടിച്ചമർത്തി. ഹമാസിനെ തീർക്കുവാൻ കച്ചമുറക്കിറങ്ങിയ ഇസ്രായേൽ മിഡിൽ ഈസ്റ്റ് ഇസ്ലാമിക ഭീകരതയുടെ ഈറ്റില്ലമായ ഇറാനിലേക്ക് കയറി വരികയും അടുത്ത ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ആണവ കേന്ദ്രങ്ങളും ആണവ ശാസ്ത്രജ്ഞന്മാരെയും ഒന്നൊഴിയാതെ കൊന്നു തള്ളിക്കൊണ്ട് ഇറാന്റെ നട്ടല് തന്നെ തകർത്തു വിടുകയും പിന്നാലെ രംഗത്തിറങ്ങിയ ട്രംപിന്റെ പുലികുട്ടികൾ തുടുപ്പ് പിടിച്ചുകൊണ്ട് ശേഷിച്ച ആണവ നിലയം കൂടെ ഉഴുതു മറിക്കുകയും ചെയ്തതോടെ തകർന്നു കിടക്കുന്ന ഇറാനിലാണ് ഇപ്പോൾ ഭരണകൂടത്തിന്റെ തലതിരിഞ്ഞ സാമ്പത്തിക നയങ്ങൾക്കും വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പത്തിലും ജീവിത ചെലവിലും പ്രതിഷേധിച്ച് ഉയർന്ന പ്രക്ഷോഭങ്ങൾ. ഇപ്പോൾ ഈ പ്രക്ഷോഭങ്ങൾ മുല്ലാക്കന്മാരുടെ പതനത്തിലേക്കുള്ള വഴികൾ തുറന്നുവെച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ദൃശ്യമായിരിക്കുന്നത്. $1 സമാനമായി 14 ലക്ഷം റിയാൽ എന്ന തരത്തിലേക്ക് പണപ്പെരുപ്പം എത്തിയപ്പോൾ ഒരു ചായ കുടിക്കുവാൻ പോലും ലക്ഷങ്ങൾ മുടക്കേണ്ടി വരുന്ന പരമഗതികേടിലേക്ക് ഇറാനികൾ കൂപ്പുകുത്തി വീണിരിക്കുകയാണ്. വ്യക്തമായി പറഞ്ഞാൽ ഇറാൻ ഇന്ന് കത്തുകയാണ്. രാജ്യത്തിന്റെ തലസ്ഥാനമായ ടെഹ്റാനിലും പരിസര പ്രദേശങ്ങളിലും ഒതുങ്ങി നിന്നിരുന്ന പ്രക്ഷോഭം ഇപ്പോൾ രാജ്യത്തിന്റെ ഭൂരിഭാഗം സ്ഥലങ്ങളിലേക്കും വ്യാപിച്ചു കഴിഞ്ഞു. മറ്റ് ഭാഗങ്ങളിലേക്ക് കൂടി പടർന്നതോടെ ഇന്റർനെറ്റ് നിരോധനവും കരുതൽ തടങ്കലും അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് ഭരണകൂടവും കടന്നു. എന്നാൽ എന്തൊക്കെ നടപടികൾ കൈക്കൊണ്ടിട്ടും ആളി പടർന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് ശമനം വരുത്തുവാൻ കഴിയുന്നില്ല എന്നതാണ് വലിയ സത്യം.
ഇറാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭമാണ് ഇപ്പോൾ സർക്കാരിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രക്ഷോഭം തുടങ്ങിയപ്പോൾ തന്നെ സമരക്കാരെ ആക്രമിച്ചാൽ ഇടപെടുമെന്നുള്ള മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തെത്തിയിരുന്നു. എന്നാൽ അതൊന്നും കൂസാതെ മുൻപോട്ട് പോയ ഇറാനിയൻ ഭരണകൂടം കടുത്ത പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും രംഗത്തെത്തിയ ട്രംപ് പ്രതിഷേധിക്കുന്ന ജനങ്ങൾക്ക് നേരെ നടപടിയെടുത്താൽ ഇടപെടുമെന്ന് കടുത്ത ഭാഷയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, ആക്രമണം ഉടൻ ഉണ്ടാകുമെന്ന് സൂചന നൽകി പൗരന്മാരോട് ഇറാൻ വിട്ടുപോകുവാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതേസമയം മുൻപെങ്ങുമില്ലാത്ത വിധം ഇറാൻ സ്വാതന്ത്ര്യത്തിന് അടുത്തു നിൽക്കുകയാണെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ ട്രംപിനോട് കളിക്കാൻ നിൽക്കരുതെന്നും ട്രംപ് എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അദ്ദേഹം അത് ഉദ്ദേശിക്കുന്നുണ്ടെന്നാണെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പ്രതിഷേധക്കാരെ കൊലപ്പെടുത്തുന്ന തുടർന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയെ വധിക്കുവാൻ ഉത്തരവിടുമെന്ന് US സെനറ്റർ ലിൻസെ ഗ്രഹാം പറഞ്ഞതോടെ ആ കാര്യങ്ങൾക്കും ഇപ്പോൾ സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ്. എന്നാൽ ഈ പ്രക്ഷോഭം അമേരിക്ക സ്പോൺസർ ചെയ്തതാണെന്നും ഇറാനിൽ വിമത പ്രതിഷേധം ആളിക്കത്തിക്കുന്നതിന് പിന്നിൽ ഇസ്രായേലും US ആണെന്നും ഇറാൻ നിലപാടെടുത്തിരിക്കുകയാണ്. ആയത്തുള്ളയുടെ കിരാത ഭരണത്തിനെതിരെ പ്രതിഷേധിക്കുന്നത് ദൈവനിന്ദയാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് 10,000-കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടച്ചിരിക്കുകയാണ്. അവരുടെ കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ അവരെ വിചാരണയില്ലാതെ തൂക്കിലേറ്റാനുള്ള സാധ്യതകളാണ് മുൻപിൽ കാണുന്നത്. ഏതായാലും ആയത്തുള്ള ഭരണകൂടത്തിനെതിരെയുള്ള സമരത്തിന്റെ മുൻനിരയിലേക്ക് ഇറാനിയൻ രാജകുമാരൻ റൈസ പ്ലാവി എത്തിയതോടെ കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അമേരിക്കൻ നയങ്ങളോട് മമത പുലർത്തുന്ന അദ്ദേഹം പ്രതിഷേധങ്ങളെ പിന്തുണച്ച US-നും നന്ദി പറഞ്ഞു. സ്വാതന്ത്ര്യവും അതിജീവനവും മുൻപിൽ കണ്ടുകൊണ്ട് ഇത്രമേൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ ഇറാനിൽ നടമാടിയിട്ടും ലോകത്തിലെ ഭൂരിപക്ഷമായ വോക്കിസ്റ്റ് മാധ്യമങ്ങൾ അതിനു വേണ്ട വിധത്തിലുള്ള പരിഗണനകൾ നൽകുവാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് തന്നെയാണ് വാസ്തവം. അന്യരാജ്യമായ ഇസ്രായേലിന്റെ നേരെ പാലസ്തീനിലെ ഗാസയിൽ നിന്നുകൊണ്ട് ഹമാസ് തീവ്രവാദികൾ മെക്കിട്ട് കയറുമ്പോൾ പോലും അത് സ്വാതന്ത്ര്യ സമരമാണെന്നും നിലനിൽപ്പിന് വേണ്ടിയുള്ള അതിജീവന സമരമാണെന്നും ഒക്കെ യാതൊരു ധാർമ്മിക ബോധവും ഇല്ലാതെ എഴുതി തള്ളി വിടുന്നവർക്ക് ഇറാനിൽ ജീവിക്കുവാൻ ഗതിയില്ലാതെ ഖമേനി പെഷൻസ്കി കിരാത ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കുവാൻ നിരത്തിലിറങ്ങിയവരുടെ ആവലാതികൾ ഏതുമില്ലാത്തതായി പോകുന്നു എന്നത് ലോകോത്തര ഐരണി തന്നെയാണെന്ന് പറയാതെ തരമില്ല. യാഥാർത്ഥ്യത്തെ ലോക മനസാക്ഷിക്ക് മുൻപിൽ തുറന്നുവെക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾ വാർത്ത നൽകിയ മാധ്യമങ്ങളാകട്ടെ യഥാർത്ഥ സംഭവങ്ങളെ മറച്ചു പിടിച്ചുകൊണ്ട് അമേരിക്കയുടെ അധിനിവേശമെന്നും മുതലാളിത്ത നീക്കമെന്നും ഒക്കെ പറഞ്ഞ് അതിന്മേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ദുർവ്യാഖ്യാനങ്ങൾ അങ്ങേയറ്റം കഠിനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇറാനിൽ നടക്കുന്ന ചരിത്രപരമായ സമരത്തെ പിന്തുണയ്ക്കുവാനുള്ള ബാധ്യത മാധ്യമങ്ങൾക്കുണ്ടായിരുന്നു. ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഇറാനിലെ ജനങ്ങൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് പ്രകടനങ്ങൾ നടക്കുകയാണിപ്പോൾ. ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക തീവ്ര രാഷ്ട്രങ്ങളിൽ ഒന്നായ തുർക്കിയിലെ ഇസ്താംബൂളിൽ നടന്ന കൂറ്റൻ പ്രതിഷേധ റാലി ഇറാനിലെ സമരക്കാരെ പിന്തുണച്ചായിരുന്നുവെങ്കിൽ അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിൽ നടന്ന റാലി ആയത്തുള്ള ഖമേനിക്കും മറ്റു പിന്തുണ അറിയിച്ചുകൊണ്ടും അമേരിക്കൻ അധിനിവേശത്തിനെതിരെയായിരുന്നു. അത്തരം പ്രതിഷേധ പ്രകടനങ്ങളിലും തരംതിരിവുകൾ വ്യക്തമാണ്. ലോസ് ആഞ്ചൽസിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങളിലേക്ക് ബോധപൂർവം എന്ന് ഉറപ്പിക്കുന്ന മട്ടിൽ ഒരു ലോറി ഇടിച്ചു കയറ്റി ധാരാളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇറാനിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്നും പ്രക്ഷോഭകാരികളെ അടിച്ചമർത്തുന്നത് അവസാനിപ്പിക്കണമെന്നും അല്ലെങ്കിൽ അമേരിക്ക അങ്ങോട്ട് കയറി വരുമെന്നുമുള്ള ട്രംപിന്റെ ഭീഷണിക്കെതിരെ ഓലപ്പാമ്പുമായി ഖമേനിയും രംഗത്തിറങ്ങി. അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്നും അത് അമേരിക്ക താങ്ങില്ലെന്നും ഒക്കെയാണ് ഖമേനിയുടെ ഭീഷണിപ്പെടുത്തലുകൾ. അടിക്ക് മുൻപേ വേണ്ടി വന്നാൽ അടിക്കുമെന്നും ഇറാൻ തട്ടി മൂളിച്ചിട്ടുണ്ട്. അത്തരം ഡയലോഗുകളുടെ പിൻബലത്തിൽ പിടിച്ചു നിൽക്കുവാൻ ശ്രമിക്കുക എന്നതാണ് ഇറാന്റെ ഒരു പൊതുവായ സ്വഭാവം. ഇന്ത്യയെ തോണ്ടിയിട്ട് അടികൊണ്ട് മൂട്ട ചുരുളുന്നത് പോലെ ചുരുണ്ടിട്ടും ഇന്ത്യക്കെതിരായ യുദ്ധത്തിൽ ജയിച്ചു എന്ന പച്ചക്കള്ളം പറഞ്ഞ് നടന്ന പാകിസ്ഥാനികളെ പോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും അമേരിക്ക ഇറാനിലെ വിഷയത്തിൽ ഇടപെടുവാൻ ശക്തമായി നിൽക്കുന്നതിനിടെ ലോക രാഷ്ട്രങ്ങളിൽ ഒട്ടുമിക്കവരും ഇറാന്റെ ഭരണകൂടത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ തന്നെ ഇസ്രായേലിന്റെ ആക്രമണവും ഇറാനിൽ ഉണ്ടായേക്കാമെന്ന മുന്നറിയിപ്പുകളും രംഗത്ത് വരുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ഇസ്രായേലിന്റെ ആക്രമണം വൈകുന്നു എന്ന് ചോദിച്ചാൽ അത് അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ധാരണകൾ തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയാം. എന്തായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, മനുഷ്യൻ ചെയ്യുന്ന ഏത് നീച പ്രവൃത്തികൾക്കും തിരിച്ചടികൾ ഉള്ളതുപോലെ മാനവരാശിക്കെതിരായി കാലങ്ങളായി തിന്മകൾ അഴിച്ചുവിട്ടുകൊണ്ടിരുന്ന ഇറാൻ എന്ന ഭീകര രാഷ്ട്രം വിതച്ചതെല്ലാം കൊയ്തു തുടങ്ങിയിരിക്കുകയാണ്.
ട്രംപിനോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണമെന്ന ഒരു ശക്തമായ മുന്നറിയിപ്പ് മാന്യമായ ഭാഷയിൽ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇറാന് നൽകിയത് അവർക്ക് അല്പമെങ്കിലും കരുതലിന് വക നൽകിയേക്കും. എന്നാൽ ഏത് തരത്തിലുള്ള ആക്രമണമായിരിക്കും ട്രംപ് പുറത്തെടുക്കുക എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്തതും സംഭവിക്കുമ്പോൾ മാത്രം വ്യക്തമാകുന്നതുമായ ഒരു കാര്യമാണ്. ആയതിലേക്കുള്ള സമയം അടുത്തു എന്നതിന്റെ അന്തിമ സൂചന എന്നവണ്ണം തന്നെയാണ് സൂൺ എന്ന സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ട്രംപ് മുൻപ് അമേരിക്കയിൽ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഇറാനെ കൃത്യമായി ഉപരോധിച്ചുകൊണ്ട് അവരുടെ ആണവ നീക്കങ്ങളെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. എന്നാൽ അമേരിക്കയിൽ ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന സമയത്തടക്കം എല്ലാ കാലത്തും ഇറാന്റെ തല്ലുകൊള്ളിത്തരങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച ഒരേയൊരു രാജ്യം ഇസ്രായേലാണ്. ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭത്തിന്റെയും അമേരിക്ക അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ അതിനെ പിന്തുണച്ച് രംഗത്ത് വരികയും ചെയ്യുമ്പോൾ ഇസ്രായേൽ എടുത്ത നിലപാടുകൾ തന്നെയാണ് ശരിവെക്കപ്പെടുന്നത്. ഇറാൻ സ്വതന്ത്രമാകുമെന്നും ഇറാൻ പഴയ പ്രൗഢമായ പേർഷ്യൻ സംസ്കാരത്തിലേക്ക് മടങ്ങി വരുമെന്നും ഇറാനെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന ഏകാധിപത്യ ഭരണകൂടത്തെ തച്ചു തകർത്തുകൊണ്ട് ഇറാനികൾക്ക് സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഒരു നല്ല ദിവസം വന്നണയുമെന്നും ഇറാനികളും ജൂതന്മാരും തമ്മിലുണ്ടായിരുന്ന സ്നേഹോഷ്മളമായ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുമെന്നും ഇറാനികളെ അഭിസംബോധന ചെയ്തപ്പോഴൊക്കെ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. ישראל תומכת במאבקם לחופש ומגנה בתקיפות את מעשה הטבח ההמוני באזרחים חפים מפשע. כולנו תקווה שהאומה הפרסית תשתחרר מקרוב מעול העריצות, וכשיום זה יגיע, ישראל ואיראן יחזרו להיות שותפות נאמנות בבניית עתיד של שגשוג ושלום לשני העמים. ഇറാനിൽ കയറി ഗമേനിയരെ തീർത്തിട്ട് അത് നടപ്പിലാക്കുവാനുള്ള കരുത്തും ശേഷിയും ഒന്നും ഇസ്രായേലിന് ഇല്ലാഞ്ഞിട്ടായിരുന്നില്ല അക്കാര്യങ്ങൾ വൈകിയത്. മറിച്ച് ഇറാനിൽ ഒരു ജനാധിപത്യ ഭരണം നടപ്പിലാക്കണമെന്നുള്ള അമേരിക്കയുടെ താല്പര്യം കൂടെ പരിഗണിച്ചായിരുന്നു അത്. അതിനുള്ള മണിമുഴക്കങ്ങളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ വിഭവശേഷികൾ മുഴുവൻ ഊറ്റിയെടുത്തും അവിടുത്തെ പൗരന്മാരുടെ പണം മുഴുവൻ തട്ടിയെടുത്തും പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകരതയ്ക്ക് വെള്ളവും വളവും പകർന്നു നൽകിയ ഇറാൻ ഹമാസിനും ഹിസ്ബുള്ളകൾക്കും ഹൂത്തികൾക്കും ഇറാഖിലെ വിമത ഭീകരന്മാർക്കും നൽകിയത് കോടികളുടെ ആചാരങ്ങളും ആയുധങ്ങളുമായിരുന്നു. അത്തരം ഒരു ഭരണകൂടം പശ്ചിമേഷ്യയിൽ നിലനിന്നിട്ട് പോലും കാര്യങ്ങൾ കുഴപ്പമില്ലാതെ പോയത് ഇസ്ലാമിക ഭീകരവാദത്തോട് കോംപ്രമൈസ് ചെയ്യാത്ത തരം ശക്തമായ നിലപാടുകളുള്ള അമേരിക്കയും ഇസ്രായേലും ഇന്ത്യയും ഒക്കെ അടങ്ങുന്ന രാജ്യങ്ങൾ കണ്ണും കാതും തുറന്നു നിന്നുകൊണ്ട് മാത്രമാണ്. ഇത്രയധികം ശക്തമായ ഇറാൻ ഭീകരതയ്ക്ക് ആക്കം കൂട്ടിയത് ഇസ്രായേലിനോടുള്ള ഖമേനിമാരുടെ കടുത്ത വൈരാഗ്യബോധം കൊണ്ടായിരുന്നു. ഇറാനിലെ ജനങ്ങൾ പലരും അത് തെറ്റിദ്ധരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആരെ അവർ ഇല്ലാതാക്കുവാൻ ഒതുങ്ങിയോ അതേ യഹൂദന്മാരിലൂടെ തന്നെ ഇറാന് സ്വാതന്ത്ര്യം ഉണ്ടാകുവാൻ പോകുന്നെന്നുള്ള കാര്യം കാലത്തിന്റെ മാത്രമല്ല സർവശക്തനായ ദൈവത്തിന്റെ കൂടെ കാവ്യ നീതി തന്നെയാണ്. വെനസ്ലായിൽ കയറി കിളിക്കുഞ്ഞിനെ റാഞ്ചുന്നത് പോലെ മഡുറോയെ പൊക്കിയെ അതേ മാതൃകയിലുള്ള ഒരു ആക്രമണം ഇറാനിലും ഉണ്ടാകുമോ എന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. അതുപോലെ തന്നെ ഒരു നീക്കം ഉണ്ടായില്ലെങ്കിലും ഇറാനിലെ മതഭരണകൂടത്തിന്റെയും ആയത്തുള്ളയുടെയും ദിവസം സമാഗതമായി കഴിഞ്ഞു. അതിന് തെല്ലും സംശയമില്ല. അതിജീവനത്തിന് വേണ്ടി നടത്തുന്ന പ്രതിഷേധങ്ങൾക്കെതിരെ ഇറാൻ നടത്തുന്ന മാരകമായ അടിച്ചമർത്തലിനോട് കൃത്യമായി പ്രതികരിക്കുവാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച ആലോചനകൾ നടത്തിയിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ. സൈനിക നടപടിയുടെ ഭീഷണികൾക്കൊപ്പം പ്രധാന എണ്ണ ഉൽപാദകരായ ഇറാനുമായി വ്യാപാരം നടത്തുന്ന ഏതൊരു രാജ്യവും US-ലേക്കുള്ള കയറ്റുമതിക്ക് 25 പുതിയ താരിഫ് നേരിടേണ്ടി വരുമെന്ന് ട്രംപ് തിങ്കളാഴ്ച വൈകി പ്രഖ്യാപിച്ചിരുന്നു. ഈ ഉത്തരവ് അന്തിമവും നിർണായകവുമാണെന്നും ട്രംപ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യക്തമാക്കി. താരിഫ് ചുമത്താൻ താൻ ഉപയോഗിക്കുന്ന നിയമപരമായ അധികാരത്തെക്കുറിച്ചോ അവ ഇറാന്റെ എല്ലാ വ്യാപാര പങ്കാളികളെയും ലക്ഷ്യം വെച്ചുള്ളതാണോ എന്നതിൽ അവ്യക്തത ഉണ്ടെങ്കിലും ഇറാനെ പ്രതിരോധത്തിലാക്കുന്നത് തന്നെയാണത്. അമേരിക്കയുടെ കനത്ത ഉപരോധങ്ങൾ നേരിടുന്ന ഇറാൻ അവരുടെ എണ്ണയുടെ ഭൂരിഭാഗവും ചൈനയിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. ഏതായാലും ഇറാനിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പും ഇതോടെ സാധ്യമാകുമെന്നത് വലിയ പ്രതീക്ഷകളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആന്തരികവും ബാഹ്യവുമായ സംഘർഷങ്ങൾ സർവശക്തനായ ദൈവത്തിന്റെ നീതിയുടെ നിർവഹണം കൂടിയാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. കാരണം ഇസ്ലാമിക മേൽക്കോയ്മകളാൽ ഒരിക്കൽ തകർന്നടിഞ്ഞ ഇറാനിലെ പൗരാണിക ക്രൈസ്തവികത ഇപ്പോൾ പൂർവാധികം ശക്തി പ്രാപിച്ചു വരികയാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പ്രാചീന കാലം മുതൽ നിലനിന്നതാണ് ഇറാനിലെ ക്രിസ്തുമതം. ഈ കാലഘട്ടത്തിൽ ഇറാനിലെ ജനസംഖ്യയുടെ ഒരു ന്യൂനപക്ഷം ക്രിസ്ത്യൻ വിശ്വാസത്തെ പിന്തുടരുകയും ക്രിസ്തുമതം ശക്തി പ്രാപിക്കുകയും ചെയ്തു. എന്നാൽ പുരാതന പേർഷ്യയിലെ സൗരാഷ്ട്രീയത്വവും
പിന്നീട് വന്ന അറബ് അധിനിവേശത്തിന് ശേഷം മധ്യകാലഘട്ടത്തിലുണ്ടായ സുന്നി ഇസ്ലാം വിന്യാസവും, അതും കഴിഞ്ഞ് 15-ാം നൂറ്റാണ്ടിലുണ്ടായ സഫാവിദ് മതപരിവർത്തനത്തിനു ശേഷം കടന്നു വന്ന ഷിയ ഇസ്ലാം ശക്തികൾ ഇറാനെ കീഴടക്കിയപ്പോൾ അവരുടെ റാഡിക്കലായ നീക്കങ്ങളെ തുടർന്ന് കൊല്ലപ്പെടുകയും പലായനം ചെയ്യപ്പെടുകയും ചെയ്തവരിൽ ക്രൈസ്തവരും ഉണ്ടായിരുന്നു. എന്തൊക്കെയായാലും ഇന്നത്തേതിനേക്കാൾ മുൻകാലങ്ങളിൽ ജനസംഖ്യയുടെ വലിയൊരു പങ്ക് ക്രിസ്ത്യാനികളായിരുന്നു. ചരിത്രപരമായ ക്രിസ്ത്യൻ ദൗത്യത്തിൽ ഇറാനിയൻ ക്രിസ്ത്യാനികൾ ഒരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തിരുന്നു. അധികാരികളുടെ കടുത്ത നിയന്ത്രണങ്ങളും വ്യവസ്ഥാപിതമായ പീഡനങ്ങളും ഉണ്ടായിരുന്നിട്ടും ഇറാനിൽ ക്രിസ്തുമതം അതിവേഗം വ്യാപിക്കുന്നു. അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസോൾ പ്രകാരം ഇറാനിൽ ക്രിസ്തുമതം ഇന്ന് ലോകത്തിലെ മറ്റെവിടേക്കാളും വേഗത്തിൽ വളരുകയാണെന്നായിരുന്നു അവരുടെ റിപ്പോർട്ടുകൾ. ക്രിസ്ത്യൻ മിഷൻ ഓപ്പൺ ഡോർസിൽ നിന്നുള്ള വിവരങ്ങൾ അനുസരിച്ച് 2014 ഇറാനിലെ ക്രിസ്ത്യാനികളുടെ എണ്ണം ഇറാനിലെ ജനസംഖ്യയുടെ ഏകദേശം 0.5%. അതായത് ഏകദേശം 3.25 ലക്ഷം. എന്നാൽ 10 വർഷത്തിനുള്ളിൽ അത് 8 ലക്ഷമായി കുതിച്ചുയരുകയായിരുന്നു. ഏതായാലും ക്രൈസ്തവ സമൂഹത്തിന്റെ ഈ ആശ്ചര്യകരമായ വർധനവ് ഇറാനിയൻ സ്വേച്ഛാധിപത്യത്തിന് കടുത്ത ഭീഷണിയും ഭീതിയും ആശങ്കയുമാണ് ഉളവാക്കിയിരിക്കുന്നത്. ഇറാനിയൻ സമൂഹത്തിലെ പ്രസക്ത ഭാഗമായ ഒരു പറ്റം യുവാക്കൾക്ക് ഔദ്യോഗിക സ്റ്റേറ്റ് പ്രത്യയശാസ്ത്രമായ ഷിയ നേതൃത്വത്തോട് കടുത്ത വിയോജിപ്പ് നിലനിൽക്കെ ഇറാനിലെ ജനങ്ങളിൽ പലർക്കും നേരിട്ടുള്ള ക്രിസ്താനുഭവങ്ങൾ ഉണ്ടാകുന്നതായും കൂട്ടമായി ക്രിസ്തു വിശ്വാസത്തിലേക്ക് അവർ കടന്നു വരുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഘോര പ്രതിസന്ധികളുടെ നടുവിലും സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് ഇറാനിലെ സുവിശേഷ വൽക്കരണത്തിന് വേണ്ടി ശക്തമായി നിന്ന ധീരരായ സുവിശേഷകന്മാരുടെ പ്രവർത്തനത്തിലൂടെ അനേകർ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി വ്യക്തിപരമായി അംഗീകരിച്ചതും ഈ മാറ്റത്തിന് വലിയ കാരണമായി അടയാളപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഇറാന്റെ ഭരണഘടന ക്രിസ്തുമതത്തെ ഒരു ന്യൂനപക്ഷ മതമായി അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഇസ്ലാമിൽ നിന്ന് മറ്റൊരു വിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് വധശിക്ഷ ലഭിക്കാവുന്ന ഒരു ക്രിമിനൽ കുറ്റമായി തുടരുന്നതിന്റെ നടുവിലാണ് ക്രൈസ്തവ ലോകത്തിനാകെ പ്രതീക്ഷ ഉണർത്തുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇതെല്ലാം കണ്ട് കട്ടകലിപ്പിൽ രംഗത്തിറങ്ങിയ ഏകാധിപതികളായ ഇറാനിയൻ ഭരണകൂടം ക്രൈസ്തവരെ കൂട്ടമായി അറസ്റ്റ് ചെയ്തു ജയിലിൽ അടയ്ക്കണമെന്ന കാഴ്ചകളാണ് കഴിഞ്ഞ നാളുകളിൽ ഇറാനിൽ നിന്നും കണ്ടുകൊണ്ടിരുന്നത്. ആർട്ടിക്കിൾ 18 റിപ്പോർട്ട് ചെയ്തതുപോലെ 2022 ഇറാനിൽ 134 ക്രിസ്ത്യാനികൾ തങ്ങളുടെ വിശ്വാസം ആചരിച്ചതിന് അറസ്റ്റിലായത് അവരിൽ കുറഞ്ഞത് 30 പേരെങ്കിലും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും രാജ്യം വിടാൻ നിർബന്ധരാകുകയും ചെയ്തു. ഏതായാലും ഇപ്പോഴത്തെ കലാപങ്ങൾക്ക് നല്ല ഒരു ക്ലൈമാക്സ് ഉറപ്പാണ്. ജനാധിപത്യവും സ്വാതന്ത്ര്യവും സമന്വയിക്കുന്ന ശുഭകരമായ ഒരു പര്യവസാനം. വാർത്തയിലെ സത്യവുമായി ഇനി അടുത്തയാഴ്ച.